മെക്കാനിക്കൽ വൈഡനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓഫ് ട്രാക്കിങ്ങിനെ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെക്കാനിക്കൽ വൈഡനിങ് കൊടുക്കുന്നത്. അപ്പോൾ മെക്കാനിക്കൽ വൈഡനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫോർമുലയുണ്ട്. ഇതൊരു ഡിറൈവ് ചെയ്ത് നമ്മൾ എത്തുന്ന ഒരു ഫോർമുലയാണ്. ഫോർമുല ഇതാണ്: മെക്കാനിക്കൽ വൈഡനിങ് WM is equal to NL² divided by 2R. അതിലെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രാഫിക് ലൈൻസ് ആണ്, L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വീൽ ബേസ്. ഇപ്പോൾ ഇത് ഇതാണ് നമ്മുടെ വാഹനമെങ്കിൽ ഈ വാഹനത്തിന്റെ വീൽ ബേസിനെയാണ് ഇതിനെയാണ് നമ്മൾ വീൽ ബേസ് എന്ന് പറയുന്നത്. ദെൻ R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവ്, ആ കർവിന്റെ റേഡിയസ്. അപ്പോൾ ഇതാണ് മെക്കാനിക്കൽ വൈഡനിങ് കാണുന്നതിനുള്ള ഇക്വേഷൻ. അതുപോലെയാണെങ്കിൽ സൈക്കോളജിക്കൽ വൈഡനിങ് കാണുന്നതിന് നമുക്കൊരു എംപിരിക്കൽ ഫോർമുല പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ ഇതാണ്: V divided by 9.5 root R. അപ്പോൾ എക്സ്ട്രാ വൈഡനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ വൈഡനിങ് പ്ലസ് സൈക്കോളജിക്കൽ വൈഡനിങ് എന്ന് എഴുതാം. അതായത് മെക്കാനിക്കൽ വൈഡനിങ് നമ്മൾ നേരത്തെ കണ്ടു NL² by 2R പ്ലസ് ദെൻ സൈക്കോളജിക്കൽ വൈഡനിങ് എന്ന് പറയുന്നത് V by 9.5 root R. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്ട്രാ വൈഡനിങ്ങിനുള്ള ഇക്വേഷൻ: NL² by 2R plus V by 9.5 root R. ഓക്കെ, നമ്മുടെ ഹൊറിസോണ്ടൽ കർവ് ഒക്കെ തിരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെ, ഹൊറിസോണ്ടൽ കർവ് ഒക്കെ പെട്ടെന്ന് വരികയാണ്, ഹയർ സ്പീഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ വാഹനം ഓടിക്കുന്ന ആൾക്ക് ഗ്രേറ്റർ ക്ലിയറൻസിന് വേണ്ടി ക്ലിയറൻസ് ഒരുപാട് എടുക്കും. കൂടുതൽ ക്ലിയറൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഔട്ടർ എഡ്ജിലൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഔട്ടർ എഡ്ജിൽ നമ്മൾ കുറച്ചുകൂടെ വൈഡൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു രീതിയിൽ പറയുന്നതാണ് സൈക്കോളജിക്കൽ വൈഡനിങ്. ഫോർ ഗ്രേറ്റർ മാനോവറബിലിറ്റി ഓഫ് സ്റ്റിയറിംഗ് അറ്റ് ഹയർ സ്പീഡ്സ് ആൻഡ് ടു അലോ ഫോർ ദ എക്സ്ട്രാ സ്പേസ് റിക്വയർമെന്റ് ഫോർ ദ ഓവർഹാങ്സ് ഓഫ് വെഹിക്കിൾസ്. ജസ്റ്റ് സൈക്കോളജിക്കൽ വൈഡനിങ് എന്ന് പറഞ്ഞിട്ട് ഈ ഇക്വേഷൻ മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എക്സ്ട്രാ വൈഡനിങ്ങിന്റെ രണ്ട് ഇക്വേഷൻസ്, അതായത് മെക്കാനിക്കൽ വൈഡനിങ് പ്ലസ് സൈക്കോളജിക്കൽ വൈഡനിങ്ങിനെയാണ് നമ്മൾ എക്സ്ട്രാ വൈഡനിങ് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്തിരിക്കണേ. അടുത്ത് നമ്മൾ നോക്കുന്നത് സൈറ്റ് ഡിസ്റ്റൻസ്. എന്താണ് സൈറ്റ് ഡിസ്റ്റൻസ് എന്താണെന്നാണ് നോക്കുന്നത്. The distance along the center line of a road at which a driver has a visibility of a stationary or moving object above the carriageway with the design speed is known as sight distance. അതായത് നമ്മളൊരു റോഡിലൂടെ ഒരു വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഡിസൈൻ സ്പീഡിൽ പോകുന്ന ഒരു വാഹനത്തിന്, അതായത് ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഓരോ ടെറൈൻ അനുസരിച്ച് ഓരോ ഹൈവേയിലും ഒരു വാഹനത്തിന് ഏറ്റവും സേഫ് ആയിട്ട് പോകാൻ പറ്റുന്ന സ്പീഡിനെയാണ് ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെയുള്ള ഒരു ഡിസൈൻ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റേഷനറി ആയിരിക്കാം, അല്ലെങ്കിൽ മൂവിങ് ആയിരിക്കാം, അതുപോലെയുള്ള ഏതെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ കൊളീഷൻസ് ഒന്നും ഇല്ലാതെ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റണം. അതായത് നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് സേഫ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പൊ അതിനു വേണ്ടി എത്ര ഡിസ്റ്റൻസ് വേണം എന്നുള്ളതിനെയാണ് നമ്മൾ സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒബ്സ്ട്രക്ഷൻ കാണുന്നതിന് നമ്മൾ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒബ്സ്ട്രക്ഷൻ കണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിന് എത്ര ഡിസ്റ്റൻസ് മിനിമം വേണം, ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സൈറ്റ് ഡിസ്റ്റൻസ് ഡിഫറെന്റ് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് സ്പീഡ് ഓഫ് വെഹിക്കിളിന്റെ സ്പീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈറ്റ് ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും അല്ലെ. അതുപോലെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓഫ് റോഡ് സർഫസിന്റെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഹൈറ്റ് ഓഫ് ഡ്രൈവേഴ്സ് ഐ, അതായത് നമ്മൾ റോഡ് ലെവലിൽ നിന്ന് ഡ്രൈവറുടെ ഐ എത്ര ഹൈറ്റിലാണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സ്ലോപ്പ് ഓഫ് റോഡ്, പെർസെപ്ഷൻ ടൈം ആൻഡ് ബ്രേക്ക് റിയാക്ഷൻ ടൈം. ഇത് നമുക്ക് നോക്കാട്ടെ എന്താണെന്ന്. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സിനെ സൈറ്റ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ അതുപോലെ സൈറ്റ് ഡിസ്റ്റൻസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈറ്റ് ഡിസ്റ്റൻസ് ആണ്. സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നോൺ പാസിംഗ് സൈറ്റ് ഡിസ്റ്റൻസ്. സെക്കൻഡ് വൺ ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസ്, അതുപോലെ പാസിംഗ് സൈറ്റ് ഡിസ്റ്റൻസ്. തേർഡ് വൺ ഹെഡ്ലൈറ്റ് സൈറ്റ് ഡിസ്റ്റൻസ്. ഫോർത്ത് ഇന്റർമീഡിയറ്റ് സൈറ്റ് ഡിസ്റ്റൻസ്. ആൻഡ് ഫിഫ്ത്ത് വൺ സൈറ്റ് ഡിസ്റ്റൻസ് അറ്റ് ഇന്റർസെക്ഷൻ.
ഇതിനകത്ത് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ 2 സൈഡ് ഡിസ്റ്റൻസ് മാത്രമാണ്. അതായത് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസും നോൺ പാസിംഗ് സൈഡ് ഡിസ്റ്റൻസ്. രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാസിംഗ് സൈറ്റ് ഡിസ്റ്റൻസ്. അപ്പം ഇതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് എന്താണെന്ന് വെച്ചാൽ അതിനു മുൻപ് നമുക്ക് എന്താണ് ഡിസൈൻ സ്പീഡ്. അതായത് നമ്മൾ നേരത്തെ സൈറ്റ് ഡിസ്റ്റൻസ് പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു മൂവിങ് വിത്ത് ഡിസൈൻ സ്പീഡ് എന്നല്ലേ, ഡിസൈൻ സ്പീഡിൽ മൂവ് ചെയ്യുന്ന വെഹിക്കിൾ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിസൈൻ സ്പീഡ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഡിസൈൻ പർപ്പസിന് വേണ്ടി ഓരോ വാഹനത്തിനും ഓരോ ടൈപ്പ് റോഡിനും ഓരോ ടെറൈൻ അനുസരിച്ച് എത്ര km/h മൂവ് ചെയ്യാമെന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ട് ആസ് പെർ IRC. ആ ഒരു സ്പീഡിനെയാണ് നമ്മൾ ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസൈൻ സ്പീഡ് സെലക്ട് ചെയ്യുന്നത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ക്ലാസ് ആൻഡ് കണ്ടീഷൻ ഓഫ് റോഡ് സർഫസ്, നേച്ചർ, ഇന്റൻസിറ്റി ആൻഡ് ടൈപ്പ് ഓഫ് ട്രാഫിക്, ടൈപ്പ് ഓഫ് കർവ് അലോങ് ദ റോഡ്, സൈറ്റ് ഡിസ്റ്റൻസ് റിക്വയർഡ്, ടോപ്പോഗ്രഫി, ഇമ്പോർട്ടൻസ് ഓഫ് ഹൈവേ. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സ്ട്രെച്ച് ഓഫ് റോഡിൽ എത്ര സ്പീഡിൽ വാഹനം പോകണമെന്ന് IRC നിശ്ചയിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡിസൈൻ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു വെഹിക്കിളിന് ഒരു ഒബ്സ്ട്രക്ഷൻ കണ്ടിട്ട് കൊളീഷൻ ഇല്ലാതെ ആ ഒബ്സ്ട്രക്ഷനിൽ കൊണ്ടുപോയി തട്ടി കൊളീഷൻസ് ഒന്നും ഉണ്ടാവാതെ സേഫ് ആയിട്ട് വാഹനം നിർത്തുന്നതിന് എത്ര ദൂരത്തിൽ നിന്ന് ആ ഒബ്സ്ട്രക്ഷൻ കാണണമോ ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സൈറ്റ് ഡിസ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വരുന്ന ഫസ്റ്റ് ടൈപ്പാണ് സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് നോൺ പാസിംഗ് സൈറ്റ് ഡിസ്റ്റൻസ്. ഇതെന്താന്ന് വെച്ചാൽ it is the minimum site distance available on a highway at any spot should be of sufficient length to stop a vehicle traveling at design speed safely without collision with any other obstruction. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലൊരു റോഡിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം ഒരു ഒബ്സ്ട്രക്ഷൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒബ്സ്ട്രക്ഷനിൽ കൊണ്ടുപോയി കൊളീഷൻ ഒന്നും ഉണ്ടാവാതെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര ഡിസ്റ്റൻസിലാണോ ആ ഒബ്സ്ട്രക്ഷൻ കാണേണ്ടത്, സേഫായിട്ട് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എത്ര ഡിസ്റ്റൻസിൽ നമ്മൾ ആ ഒബ്സ്ട്രക്ഷൻ കാണണമോ ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് മെഷർമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണല്ലോ അല്ലെ. അപ്പൊ ഇത് മെഷർ ചെയ്യുന്നതിന് ക്രൈറ്റീരിയ ഉണ്ട്. ക്രൈറ്റീരിയ എന്താന്ന് വെച്ചാൽ ഒന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഡ്രൈവേഴ്സ് ഐ അബവ് റോഡ് സർഫസ്. ഈ പിക്ചറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് റോഡ് സർഫസിൽ നിന്നുള്ള ഡ്രൈവറുടെ ഐ ലെവൽ എത്ര ഹൈറ്റിലാണ്. അതുപോലെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷന്റെ ഹൈറ്റ് എത്രയാണ്. ഈ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അതായത് IRC പറയുന്നത് പ്രകാരം ഈ റോഡ് സർഫസിൽ നിന്നും ഡ്രൈവറുടെ ഐ 1.2 മീറ്റർ ഹൈറ്റിലായിരിക്കണം. റോഡ് സർഫസിൽ നിന്നും ഡ്രൈവറുടെ ഐ ലെവൽ 1.2 മീറ്റർ ഹൈറ്റിലായിരിക്കണം. അതുപോലെ റോഡ് സർഫസിൽ നിന്ന് ഒബ്സ്ട്രക്ഷന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 150 mm, അതായത് 0.15 മീറ്റർ ഹൈറ്റിലായിരിക്കണം ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിരിക്കേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് ആണ് സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒരു റോഡിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന് ഒരു ഒബ്സ്ട്രക്ഷൻ, അതായത് 1.2 മീറ്റർ ഹൈറ്റിൽ ഇരിക്കുന്ന ഐ ലെവലിൽ ഇരിക്കുന്ന ഡ്രൈവർക്ക് 150 mm ഒബ്സ്ട്രക്ഷൻ കണ്ട് അതിൽ ബ്രേക്ക് ഒരു 150 mm ഹൈറ്റിലുള്ള ഒബ്സ്ട്രക്ഷൻ കണ്ടുകൊണ്ട് കൊളീഷൻ ഒന്നും ഇല്ലാതെ ആ വാഹനം സ്റ്റോപ്പ് ചെയ്യുന്നതിന് എത്ര ദൂരത്തിലാണോ ആ ഒബ്സ്ട്രക്ഷൻ കാണേണ്ടത് അതിനെയാണ് സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ടോട്ടൽ റിയാക്ഷൻ ടൈം ഓഫ് ഡ്രൈവറുടെ ടോട്ടൽ റിയാക്ഷൻ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. സ്പീഡ് ഓഫ് വെഹിക്കിൾ, എഫിഷ്യൻസി ഓഫ് ബ്രേക്ക്, ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ റോഡ് ആൻഡ് ടയർ ആൻഡ് ഗ്രേഡിയന്റ് ഓഫ് റോഡ്. അതായത് നമ്മൾ ആ വാഹനം കണ്ടിട്ട് അതിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്ന ടൈമിനെയാണ് നമ്മൾ ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. അത് ഡ്രൈവറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ. ആ ഡ്രൈവറുടെ മാനസികാവസ്ഥ, അപ്പം ഇരിക്കുന്ന ഡ്രൈവറുടെ ചിന്താഗതികൾ, അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് കണ്ട് മനസ്സിലാക്കി ബ്രേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ള ചിന്തയിലേക്ക് എത്തണമല്ലോ. അപ്പോൾ ടോട്ടൽ റിയാക്ഷൻ ടൈം ഓഫ് ഡ്രൈവറിനെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ സ്പീഡ് ഓഫ് വെഹിക്കിൾ, ഒരുപാട് സ്പീഡിൽ വരുന്ന വാഹനത്തിന് പെട്ടെന്ന് ഇത് ഒബ്സ്ട്രക്ഷൻ കണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല അല്ലെ. അതായത് ഈ ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ എഫിഷ്യൻസി ഓഫ് ബ്രേക്ക്, നല്ല രീതിയിൽ എഫിഷ്യൻ്റ് അല്ലാത്ത ബ്രേക്ക് ആണെന്നുണ്ടെങ്കിലും
അത് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിനെ വ്യത്യാസപ്പെടുത്താം. അതുപോലെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ റോഡ് ആൻഡ് ടയർ, ഗ്രേഡിയന്റ് ഓഫ് റോഡ്, ഇത്രയും കാര്യങ്ങളെ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ എന്താണ് ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് ഒരു ഒബ്സ്ട്രക്ഷൻ ഡ്രൈവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടത് മുതൽ ബ്രേക്ക് എഫക്റ്റീവ്ലി അപ്ലൈ ചെയ്യുന്നത് വരെയുള്ള ആ ടൈമിനെയാണ് ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. അതായത് നമ്മൾ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഒന്ന് പെർസെപ്ഷൻ ടൈം, ദെൻ ബ്രേക്ക് റിയാക്ഷൻ ടൈം. പെർസെപ്ഷൻ ടൈം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഡ്രൈവർ ആ ഒബ്ജക്റ്റ് കണ്ടതിന് ശേഷം, അത് അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ആ ഇൻസ്റ്റന്റിനെ റിയലൈസ് ചെയ്തിട്ട് ആ വാഹനം സ്റ്റോപ്പ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആ ടൈമിനെയാണ് നമ്മൾ പെർസെപ്ഷൻ ടൈം എന്ന് പറയുന്നത്. ഇനി ബ്രേക്ക് റിയാക്ഷൻ ടൈം എന്താണെന്ന് വെച്ചാൽ അത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് സ്കിൽ ഓഫ് ഡ്രൈവർ, ബ്രേക്ക് അപ്ലൈ ചെയ്യണമല്ലോ അല്ലെ, അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ഡ്രൈവറുടെ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആൻഡ് വേരിയസ് അതർ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്, ഇത്രയും കാര്യങ്ങളെ ബ്രേക്ക് റിയാക്ഷൻ ടൈം ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് പെർസെപ്ഷൻ ടൈമിന്റെയും അതുപോലെ ബ്രേക്ക് റിയാക്ഷൻ ടൈമിന്റെയും സമ്മിനെയാണ് പറയുന്നത്. അപ്പോൾ ഈ ടോട്ടൽ റിയാക്ഷൻ ടൈം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തിയറിയാണ് PIEV തിയറി. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. PIV തിയറി പ്രകാരം പറയുന്നത് P എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സ്റ്റാൻഡ്സ് ഫോർ പെർസെപ്ഷൻ. ഓക്കെ, P എന്ന് പറയുന്നത് പെർസെപ്ഷൻ ടൈം ആണ്. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് മുന്നിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഡ്രൈവറുടെ കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ ചെവി കൊണ്ടോ അത് കണ്ടതിന് ശേഷം, അതായത് മുന്നിലുള്ള ഒബ്സ്ട്രക്ഷൻ കണ്ടതിന് ശേഷം നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്ന ആ ടൈമിനെയാണ് നമ്മൾ പെർസെപ്ഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ മുന്നിലുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഡ്രൈവറുടെ ബ്രെയിനിലേക്ക് എത്തുന്ന ആ ടൈമിനെയാണ് പെർസെപ്ഷൻ ടൈം എന്ന് പറയുന്നത്. ദെൻ ഇന്റലക്ഷൻ ടൈം എന്ന് പറയുന്നത് ആ ബ്രെയിനിലെത്തിയ ആ സിഗ്നൽസ് യൂസ് ചെയ്ത് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ടൈമിനെയാണ് ഇന്റലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റലക്ഷൻ ടൈം എന്ന് പറയുന്നത്. ദെൻ ഇമോഷൻ ആണ്. PIEVയിലെ E എന്ന് പറയുന്നത് ഇമോഷൻ ആണ്. അതായത് ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ വൈകാരിക പ്രകടനങ്ങൾ എന്നൊക്കെ പറയും. അതായത് നമ്മൾ ആക്സിഡന്റ് ആണെങ്കിൽ ആക്സിഡന്റ് ഒക്കെ കണ്ടതിന് ശേഷം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഭയം അല്ലെങ്കിൽ എന്താ പറയാ, പെട്ടെന്ന് ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന പേടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് ഇമോഷണൽ ഫീലിങ്സ് ഇല്ലേ, ആ സമയത്ത് വരുന്ന ഇമോഷണൽ ഫീലിങ്സ്, ആ സിറ്റുവേഷൻ കണ്ട് ഉണ്ടാകുന്ന ഇമോഷണൽ ഫീലിങ്സ് എടുക്കുന്ന ടൈമിനെയാണ് ഇമോഷൻ ടൈം എന്ന് പറയുന്നത്. ദെൻ B എന്ന് പറയുന്നത് വൊളീഷൻ ആണ്. അതായത് ഫൈനൽ ആക്ഷൻ എന്താണോ അതിനെടുക്കുന്ന ടൈം. അതായത് നമ്മൾ ആദ്യം എന്ത് സംഭവിക്കുന്നു, നമ്മുടെ കണ്ണും കാതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ആ സിഗ്നൽസിനെ, കണ്ട കാര്യത്തിനെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നു. ആ ടൈമാണ് പെർസെപ്ഷൻ ടൈം. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഉണ്ടായിട്ടുള്ള ആ സിറ്റുവേഷനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണ് ഇന്റലക്ഷൻ ടൈം. ഓക്കെ, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമോഷണലി നമ്മുടെ ഫീലിങ്സ് വരുത്തുന്ന ആ ടൈമിനെയാണ് ഇമോഷൻ ടൈം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് വൊളീഷൻ ആണ്. അതായത് ഫൈനൽ ആക്ഷൻ എന്താണോ ബ്രേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആ ഫൈനൽ ആക്ഷനിലേക്ക് എടുക്കുന്ന സമയത്തിനെയാണ് വൊളീഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്നും കൂടെ ചേർന്ന് ആണ് ടോട്ടൽ റിയാക്ഷൻ ടൈമിനകത്ത് വരുന്നത്. നാലും കൂടെ ചേർന്നതാണ് ടോട്ടൽ റിയാക്ഷൻ ടൈമിനകത്ത് വരുന്നത്. ഈ IRC റെക്കമെൻഡ് ചെയ്യുന്നത് പ്രകാരം ഒരു ഡ്രൈവർക്ക് ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് 0.5 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ വേരി ചെയ്യാം എന്നാണ് പറയുന്നത് IRC പ്രകാരം. IRC കണക്ക് പ്രകാരം ടോട്ടൽ റിയാക്ഷൻ ടൈം ഓഫ് ഡ്രൈവർ മേ വേരി ഫ്രം 0.5 സെക്കൻഡ്സ് ടു 4 സെക്കൻഡ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് PIV തിയറി എന്ന് പറയുന്നത്. ഒന്ന് പെർസെപ്ഷൻ, ഇന്റലക്ഷൻ, ഇമോഷൻ, വൊളീഷൻ. ഓരോന്നും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മുടെ സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് കാണാനായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്തിട്ടാണ് സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് കാണാനുള്ള ഇക്വേഷനിലേക്ക് എത്തുന്നത് ലാഗ് ഡിസ്റ്റൻസും അതുപോലെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസും കൂടെ ആഡ് ചെയ്തിട്ടാണ്.
അപ്പൊ ഈ ലാഗ് ഡിസ്റ്റൻസ് എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വെഹിക്കിൾ അറ്റ് യൂണിഫോം സ്പീഡ് ഡ്യൂറിങ് ദ ടോട്ടൽ റിയാക്ഷൻ ടൈം. അതായത് നമ്മുടെ PIV തിയറി പ്രകാരം ടോട്ടൽ റിയാക്ഷൻ ടൈം നമ്മൾ മനസ്സിലാക്കിയില്ലേ, ആ ടോട്ടൽ റിയാക്ഷൻ ടൈമിന്റെ സമയത്ത് നമ്മളുടെ വാഹനം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, വാഹനം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ റിയാക്ഷൻ ടൈമിൽ മൂവ് ചെയ്ത ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം ആ ബ്രേക്ക് അപ്ലൈ ചെയ്താലും കുറച്ചു നേരത്തേക്ക് വാഹനം ഒന്ന് മൂവ് ചെയ്യും, എന്നിട്ടാണ് സ്റ്റോപ്പ്, വാഹനം അവിടെ ഡെഡ് സ്റ്റോപ്പ് ആകുന്നത് അല്ലെ. ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് വാഹനം മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ലാഗ് ഡിസ്റ്റൻസ്. എന്നിട്ട് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം വാഹനം മൂവ് ചെയ്ത് ഡെഡ് സ്റ്റോപ്പ് ആകുന്ന ആ ഡിസ്റ്റൻസിനെയാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ലാഗ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് V × T എന്ന് പറയുന്നത്. അതുപോലെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് V²/2GF. ഇത് ഡെറിവേഷനിൽ എത്തുന്നതാണ്. ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് V × T, ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് V²/2GF. അതിലെ V എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് ഓഫ് വെഹിക്കിൾ ഇൻ മീറ്റർ/സെക്കൻഡ്, ശ്രദ്ധിക്കുക, മീറ്റർ/സെക്കൻഡ്. അതുപോലെ F എന്ന് പറയുന്നത് ഡിസൈൻ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. Then G is acceleration due to gravity. അതായത് സാധാരണ 9.81 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതിലെ വെലോസിറ്റി എന്ന് പറയുന്നത് മീറ്റർ/സെക്കൻഡിലാണ് അല്ലെ, സ്പീഡ് ഓഫ് വെഹിക്കിൾ എന്ന് പറയുന്നത് മീറ്റർ/സെക്കൻഡിലാണ്. പക്ഷെ നമ്മുടെ ഡിസൈൻ സ്പീഡൊക്കെ നമ്മൾ പറയുക എന്തിലാ, നമ്മൾ നേരത്തെ ഡിസൈൻ സ്പീഡിന്റെ ടേബിൾ കണ്ടപ്പോൾ ശ്രദ്ധിച്ചു കാണും, km/hലാണ് നമ്മുടെ ഡിസൈൻ സ്പീഡ് പറയുന്നത്. അപ്പോൾ km/hലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കാരണം നമുക്ക് നമ്മുടെ SSDനെ ഇങ്ങനെ എഴുതാം, 0.278 VT + V²/254F. ഓക്കെ, ജിയുടെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വിനെ km/hലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് 0.278 VT + V²/254F എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇക്വേഷനിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ V എന്തിൽ തന്നെ അപ്ലൈ ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, km/h വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ആയിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ്. ഇക്വേഷൻ ഇതാണ് 0.278 VT + V²/254F. ക്ലിയർ? ദെൻ നമ്മുടെ അടുത്ത ഇക്വേഷൻ ആണ്, അടുത്ത സൈഡ് ഡിസ്റ്റൻസ് ആണ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സേഫ് പാസിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ഇതെന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് open to the vision of driver of a vehicle intending to overtake slow vehicle ahead with safety against the traffic of opposite direction is known as minimum overtaking side distance or safe passing side distance. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വാഹനം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാഹനം മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തൊട്ട് മുന്നിൽ പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെഹിക്കിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെഹിക്കിളിനെ ഓവർടേക്ക് ചെയ്തിട്ട് നമ്മുടെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യൂല, അതായത് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ലൈനിലേക്ക് മാറും. അപ്പൊ അങ്ങനെ മാറി നമ്മുടെ അതേ ലൈനിലേക്ക് തന്നെ തുടർന്ന് പോകണം. ഓക്കെ, തുടർന്ന് പോവുകയും വേണം. ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വാഹനമായിട്ട് കൊളീഷൻ ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പൊ അതിന് എത്ര ഡിസ്റ്റൻസിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങണം, ആ ഒരു സൈഡ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സേഫ് പാസിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു IRC 65 km/h മൂവ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ 340 മീറ്റർ ആയിരിക്കണം നമ്മുടെ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ദെൻ 80 ആണെന്നുണ്ടെങ്കിൽ 470 മീറ്റർ ആയിരിക്കണം. 100 km/h ആണെങ്കിൽ 640 മീറ്റേഴ്സ് ആയിരിക്കണം ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പിക്ചർ വെച്ച് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരു റോഡ്, ഈ റോഡില് ഒന്നാമത്തെ ഫിഗർ, അപ്പൊ ഈ കളർ നോക്കി പറയാം കേട്ടോ. ഈ ഒരു ബ്രൗൺ കളറിൽ കാണുന്നത് സ്പീഡിൽ ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾ ആണ്. ഈ റെഡ് കളറിൽ കാണുന്നത് സ്ലോ മൂവിങ് വെഹിക്കിൾ ആണ്. ഓക്കെ, ഈ ഗ്രീൻ കളർ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിലൂടെ വരുന്ന വാഹനം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഡയറക്ഷനിൽ നിന്ന് രണ്ടാമത്തെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തു. അതായത് നമ്മുടെ ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്ത് വരികയാണ്. അപ്പോൾ മൂവ് ചെയ്ത് ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് എത്തി, ഒന്നാമത്തെ പൊസിഷനിൽ നിന്ന് രണ്ടാമത്തെ പൊസിഷനിലേക്ക്. അപ്പോഴാണ് മൂന്നാമത്തെ പൊസിഷനിൽ ആര് നിൽക്കുന്നത്, സ്ലോ മൂവിങ് വെഹിക്കിൾ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് സ്ലോ മൂവിങ് വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് അതിനെ ഓവർടേക്ക് ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ അതിനെ ഓവർടേക്ക് ചെയ്യുന്നു.
ആ ഓവർടേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് മൂന്നാമത്തെ പൊസിഷനിൽ നിന്നിരുന്ന സ്ലോ മൂവിങ് വെഹിക്കിൾ എവിടെ എത്തിയിട്ടുണ്ടാവും? 4ാമത്തെ പൊസിഷനിലേക്ക് എത്തി. എന്നിട്ട് നമ്മൾ ഈ 2ാമത്തെ പൊസിഷനിൽ നിന്ന് ഓവർടേക്ക് ചെയ്തിട്ട് 5ാമത്തെ പൊസിഷനിലേക്ക് എത്തണം അല്ലെ? മൂന്നാമത്തെ പൊസിഷനിലുള്ള സ്ലോ മൂവിങ് വെഹിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ 5ാമത്തെ പൊസിഷനിലേക്ക് എത്തണം. പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ഈ ഗ്രീൻ കളറുള്ള വാഹനങ്ങളുമായിട്ട് നമ്മൾ കൊളീഷൻ ഉണ്ടാവാനും പാടില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എത്ര ഡിസ്റ്റൻസ് അകലെയാണ് നമ്മൾ നമ്മുടെ ഓവർടേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തെ കാണേണ്ടത് എന്നതിനെയാണ് നമ്മൾ, ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഡിസ്റ്റൻസുകൾ മാർക്ക് ചെയ്തതായിട്ട് കാണാം. അതിൽ D1 എന്ന് പറയുന്നത് എന്താണ്? D1 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിൾ ഡ്യൂറിംഗ് റിയാക്ഷൻ ടൈം T ഫ്രം പൊസിഷൻ 1 to 2. 1ൽ നിന്ന് 2ലേക്ക് മൂവ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് D1. ആര്? ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിൾ. അതുപോലെ D2 ആണെങ്കിൽ എന്താ? ഡിസ്റ്റൻസ് ട്രാവൽ, ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിൾ തന്നെ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങിയ സമയമാണ് അല്ലെ? ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങുന്ന എവിടെ നിന്നാ? 2ൽ നിന്ന് 5ാമത്തെ പൊസിഷനിലേക്കാണ്. അപ്പൊ 2ാമത്തെ പൊസിഷനിൽ നിന്ന് 5ാമത്തെ പൊസിഷനിലേക്ക് ഓവർടേക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ്, ഡിസ്റ്റൻസിനെയാണ് D2 എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ D3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന, അതായത് ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വെഹിക്കിൾ 6ൽ നിന്ന് 5ലേക്ക് എത്തുന്ന ടൈമിനെയാണ് D3 എന്ന്, ടൈം അല്ല ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ D3 എന്ന് പറയുന്നത്. ഓക്കെ. D1, D2, D3 ഫിഗറിൽ നിന്ന് ക്ലിയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D1 പ്ലസ് D2 പ്ലസ് D3 ആണ്. ഓക്കെ. D1 പ്ലസ് D2 പ്ലസ് D3. അപ്പൊ ഇത്ര മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇതിന്റെ ഡെറിവേഷനും കുറച്ച് ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കുക. ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിഗർ ഒന്ന് മനസ്സിലോർത്ത് വെക്കുക. ദെൻ D1 പ്ലസ് D2 പ്ലസ് D3 ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സൈഡ് ഡിസ്റ്റൻസ് ഏതൊക്കെയാണ് എന്നും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മുടെ അടുത്തതാണ് നമ്മൾ നോക്കുന്നത് ഓവർടേക്കിംഗ് സോൺസ്. അതായത് ഈ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓവർടേക്കിംഗ് സോൺസ് പ്രൊവൈഡ് ചെയ്യും. അതായത് ഇപ്പോൾ ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിൾ ഇവിടെ വരികയാണ്, സ്ലോ മൂവിംഗ് വെഹിക്കിൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിളിന് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സ്ലോ മൂവിംഗ് വെഹിക്കിൾ ഇതുപോലെ ഇങ്ങനെ പോകും. അപ്പൊ അത് ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന നേരം കൊണ്ട് ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിൾസിന് ഓവർടേക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ ഇത്തരത്തിൽ കൊടുക്കുന്ന സോണുകളെയാണ് നമ്മൾ ഓവർടേക്കിംഗ് സോൺസ് എന്ന് പറയുന്നത്. ഓവർടേക്കിംഗ് സോൺസ്. അപ്പൊ ഈ ഓവർടേക്കിംഗ് സോൺസിന് നമ്മൾ മിനിമം കൊടുക്കുന്ന ലെങ്ത് 3 ടൈംസ് ഓഫ് OSD ആണ്. ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ 3 ടൈംസ് ആണ് നമ്മൾ മിനിമം ആയി കൊടുക്കുന്നത്. പക്ഷെ ഡിസൈറബിൾ ആയിട്ടുള്ളത് 5 ടൈംസ് OSD ആണ്. ഓക്കെ. അപ്പൊ എന്താന്ന് മനസ്സിലായല്ലോ? അതായത് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സ്ലോ മൂവിംഗ് വെഹിക്കിൾസിന് ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിൾസിന് വേണ്ടിയിട്ട് സൈഡ് മാറി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവർക്ക് സൈഡിലൂടെ പോകുന്നതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സോണിനെയാണ് നമ്മൾ ഓവർടേക്കിംഗ് സോൺസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് സൈഡ് ഡിസ്റ്റൻസ് ആണ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ്. ഇത് നൈറ്റ് ടൈമിലുള്ള ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സൈഡ് ഡിസ്റ്റൻസ് ആണ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ്. അതായത് ഒരു വാലിയിലൂടെ മൂവ് ചെയ്യുന്ന, അതായത് താഴോട്ട് ഇതുപോലുള്ളൊരു കർവിൽ മൂവ് ചെയ്ത ഒരു വാഹനത്തിന് നമ്മുടെ വെഹിക്കിൾ ഹെഡ്ലൈറ്റ്സിന്റെ ഇലുമിനേഷനിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ആ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഹെഡ്ലൈറ്റ് ഏത് ഡിസ്റ്റൻസ് വരെ എത്തും, ഈ ഒരു റോഡിന്റെ ഏത് ഡിസ്റ്റൻസ് വരെ എത്തും എന്നുള്ളതിനെയാണ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്ഗ്രേഡിയൻസും അതുപോലെ വാലി കർവ്സിലൊക്കെയാണ് നമ്മൾ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസിന്റെ കാര്യം ഡിസൈൻ പാരാമീറ്റർ ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഓക്കെ. ഇനി അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് SSD ആയിട്ട് നമ്മൾ ഈക്വൽ വാല്യൂ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ചില ന്യൂമറിക്കൽ വാല്യൂ ഈക്വൽ ആയിരിക്കും. HSD എന്ന് പറയുന്നത് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ്, അതുപോലെ SSD എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ. അപ്പൊ ജസ്റ്റ് ഇതെന്താന്ന് പറഞ്ഞിരിക്കുക. നിങ്ങളുടെ സിലബസിൽ ആദ്യത്തെ 2 സൈഡ് ഡിസ്റ്റൻസ് ആണ് പഠിക്കാനുള്ളത്. ജസ്റ്റ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്താന്ന് കൂടെ അറിഞ്ഞിരിക്കുക. ദെൻ അടുത്താണ്
ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ്. ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് ആയി കൊടുക്കുന്നത് 2 ടൈംസ് ഓഫ് SSD ആണ്. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കാം, റിലേഷൻ ഓർത്ത് വയ്ക്കാം. ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് SSD. Then നെക്സ്റ്റ് വൺ ആണ് സൈഡ് ഡിസ്റ്റൻസ് അറ്റ് ഇന്റർസെക്ഷൻസ്, അതായത് ലാറ്ററൽ സൈറ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇതുപോലെയുള്ള ജംഗ്ഷൻസിൽ, അതായത് സിഗ്നലൈസ്ഡ് അല്ലാത്ത ഇന്റർസെക്ഷൻസിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വരുന്ന വാഹനത്തിന് ഇങ്ങോട്ട് പോകണമെങ്കിൽ, ഇതുപോലെ പോകണമെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ വരുന്ന വാഹനവുമായിട്ട് കൊളീഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അതായത് ഈ ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ ഈ വാഹനത്തെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ, ഫാസ്റ്റ്ലി മൂവ് ചെയ്യുന്ന 2 വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ കൊളീഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുപോലെ കൊളീഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് തമ്മിലൊരു വിസിബിലിറ്റി ഉണ്ടായിരിക്കണം. ഈ ഒരു ഇന്റർസെക്ഷനിൽ ഇതുപോലൊരു വിസിബിലിറ്റി. അപ്പൊ അതിന് എത്ര ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യണം, ഈ ഒരു നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് എത്ര ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യണം, അതിനെയാണ് നമ്മൾ ലാറ്ററൽ സൈഡ് ഡിസ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇന്റർസെക്ഷൻ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയേണ്ടതാണ്, ഫ്രീ ആയിട്ട് ഇടണം. അതുപോലെ ഈ ഒരു പോർഷൻ അതുപോലെ കട്ട് ചെയ്ത് ഫ്രീ ആയിട്ട് ഇടേണ്ടതാണ്. എന്തിനാണ്? ഫോർ ഗെറ്റിംഗ് ലാറ്ററൽ സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് ലാറ്ററൽ സൈഡ് ഡിസ്റ്റൻസ്. അപ്പൊ 5 സൈഡ് ഡിസ്റ്റൻസ് ആണ് നമുക്കുള്ളത്. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്, ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്, ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ്, ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് ആൻഡ് ലാറ്ററൽ സൈഡ് ഡിസ്റ്റൻസ്. അതിൽ ആദ്യത്തെ സൈഡ് ഡിസ്റ്റൻസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, മറ്റേത് ലിസ്റ്റ് ഔട്ട് ചെയ്യാനെങ്കിലും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും സൈഡ് ഡിസ്റ്റൻസ് ആണ് നമുക്കിവിടെ നോക്കാനുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് റോഡ് ഡ്രെയിനേജ് ആണ്. റോഡ് ഡ്രെയിനേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, മഴ പെയ്യുന്ന സമയങ്ങളിലും മറ്റു പല കാരണങ്ങളാൽ റോഡിൽ വെള്ളം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. അപ്പൊ അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ നമ്മുടെ റോഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് അതിന്റെ ബിയറിംഗ് കപ്പാസിറ്റീനെ നല്ലതുപോലെ ബാധിക്കും. അപ്പോൾ ബിയറിംഗ് കപ്പാസിറ്റീനെ നല്ലതുപോലെ ബാധിച്ചാൽ തന്നെ നമ്മുടെ റോഡിന്റെ സ്റ്റെബിലിറ്റിനെയും സ്ട്രെങ്തിനെയും ഒക്കെ ബാധിക്കും. അപ്പോൾ അവിടെയുള്ള വെള്ളത്തിനെ പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്തിനെയും സ്റ്റെബിലിറ്റിനെയും ഒരുപാട് ബാധിച്ച് ബെയറിംഗ് കപ്പാസിറ്റി ഒക്കെ കുറഞ്ഞ് റോഡ് പെട്ടെന്ന് കേടുവന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ റോഡ് ഡ്രെയിനേജ് എന്ന് പറയുന്നത് ഹൈവേ കൺസ്ട്രക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ എന്തിനാണ് റോഡ് ഡ്രെയിനേജ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൂടുതലായിട്ട് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അതിന്റെ സോയിലിന്റെ സബ്ഗ്രേഡിനെ ബാധിച്ച് സ്റ്റെബിലിറ്റിനെ ബാധിക്കും. സ്റ്റെബിലിറ്റി കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോകും. അതായത് പേവ്മെന്റ് മെറ്റീരിയൽസിന്റെ ഒക്കെ സ്ട്രെങ്ത് കുറഞ്ഞു പോകും. അതുകൊണ്ട് റോഡ് ഡ്രെയിനേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ വാട്ടറായിട്ട്, നമ്മുടെ ബിറ്റുമിനസ് പേവ്മെന്റിൽ വാട്ടറായിട്ട് എപ്പോഴും കോണ്ടാക്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റുമൻ അഗ്രിഗേറ്റുമായിട്ട് സ്ട്രിപ്പ് ഓഫ് ചെയ്യും. അതായത് ബിറ്റുമനും അഗ്രിഗേറ്റും തമ്മിലൊരു ബോണ്ട് ഉണ്ടായിരിക്കും. ആ ബോണ്ട് നശിച്ച് ബിറ്റുമൻ വേറെ അഗ്രിഗേറ്റ് വേറെ അങ്ങനെയായി കിടക്കും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡില് പോട്ട് ഹോൾസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഒരുപാട് വെള്ളം നമ്മുടെ ഷോൾഡറിലും പേർമനന്റ് എഡ്ജിലൊക്കെ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എഡ്ജ് നശിച്ച് പിന്നീട് അങ്ങോട്ട് എഡ്ജ് നശിച്ച് അത് സെന്ററിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതായത് കംപ്ലീറ്റ് ആയിട്ട് റോഡ് ഡാമേജ് ആയി പോകും. അതുപോലെ ഇറോഷൻ ഓഫ് സോയിൽ, അൺസർഫസ്ഡ് റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറോഷൻ ഓഫ് സോയിൽ ഉണ്ടാകാനുള്ള സാധ്യത. ദെൻ ഇനി കോൾഡ് റീജിയൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രോസ്റ്റ് ആക്ഷൻ വഴി നമ്മുടെ റോഡിന്റെ പേവ്മെന്റ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ റോഡ് ഡ്രെയിനേജ് വളരെ അത്യാവശ്യമാണ്, നല്ലതുപോലെയുള്ള റോഡ് ഡ്രെയിനേജ് അവിടെ അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? ലോവറിങ് സ്റ്റെബിലിറ്റി കുറയുന്നു, സ്ട്രെങ്ത് കുറയുന്നു, പോട്ട് ഹോൾസ് ഉണ്ടാകുന്നു, അതുപോലെ എഡ്ജും ഷോൾഡറും ഒക്കെ കേടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിഡറബിൾ ഡാമേജ് അവിടെ ഉണ്ടാവും, ഇറോഷൻ സംഭവിക്കും, അതുപോലെ ഫ്രോസ്റ്റ് ആക്ഷൻ വഴി റോഡ് ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോഡ് ഡ്രെയിനേജ് വളരെ അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഒരു റോഡ് ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ റിക്വയർമെന്റ്സ്?
അതായത് നമ്മൾ റോഡ് ഡ്രെയിനേജിന് വേണ്ടിയിട്ടാണ് കെയിംബറും ഗ്രേഡിയന്റും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കെയിംബറും ഗ്രേഡിയന്റും നിർബന്ധമായിട്ടും കൊടുത്തിട്ടുണ്ടാവണം. അതുപോലെ സൈഡ് ഡ്രെയിൻസ്, അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള സൈഡിലൂടെ പോകുന്ന ഡ്രെയിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. സ്യൂട്ടബിൾ ബ്രിഡ്ജസ്, കൾവേർട്ട്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്രിഡ്ജും കൾവേർട്ടൊക്കെ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു സൈഡിലുള്ള വാട്ടർ ഡ്രെയിൻ ഓഫ് ചെയ്യുന്ന വാട്ടറിനെ വേറൊരു സൈഡിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ നമ്മൾ ബ്രിഡ്ജും കൾവേർട്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. അതുപോലെ seepage and other source of underground water should be drained off by the subsurface drainage system. Underwater ഡ്രെയിനേജിന് വാട്ടറിനെ എല്ലാം നമ്മൾ സബ്സർഫസ് ഡ്രെയിനേജ് സിസ്റ്റം വെച്ച് ഡ്രെയിൻ ഓഫ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. ഇനി ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സബ് ഗ്രേഡിൽ നിന്നും 1.2 മീറ്റർ എങ്കിലും താഴെയായിരിക്കണം നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ. അത് വളരെ നിർബന്ധമായിരിക്കണം. അല്ലെങ്കിൽ ഈ ഗ്രൗണ്ട് വാട്ടർ ലെവൽ മുകളിലേക്ക് റൈസ് ചെയ്ത് നമ്മുടെ സബ് ഗ്രേഡിനെ ഡാമേജ് ആക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ നിർബന്ധമായിട്ടും, ഇതൊക്കെയാണ് നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ റിക്വയർമെന്റ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ്? കെയിംബറും ഗ്രേഡിയന്റും കൊടുക്കുക, സൈഡ് ഡ്രെയിൻ കൊടുക്കുക, ബ്രിഡ്ജ് കൾവേർട്ട് കൊടുക്കണം, അതുപോലെ സബ് സർഫസ് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ഗ്രൗണ്ട് വാട്ടർ ലെവൽ എന്ന് പറയുന്നത് സബ് ഗ്രേഡിൽ നിന്നും 1.2 മീറ്റർ താഴെയായിരിക്കണം. അതുപോലെ ഫ്ലോ ഓഫ് സർഫസ് വാട്ടർ അക്രോസ് റോഡ് ഷുഡ് നോട്ട് കോസ് ഫോർമേഷൻ ഓഫ് റഡ്സ് ഓഫ് എറോഷൻ. അതായത് റോഡിന് അക്രോസ് ആയിട്ട് സർഫസ് വാട്ടർ ഫ്ലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് റഡ്സ് ഓഫ് ഇറോഷൻ ഒന്നും ഉണ്ടാക്കാനായിട്ട് പാടില്ല. അപ്പൊ ഇതൊക്കെയാണ് ഒരു നല്ലൊരു ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ റിക്വയർമെന്റ്സ്. ദെൻ ഡ്രെയിനേജ് സിസ്റ്റത്തിന് നമുക്ക് സർഫസ് ഡ്രെയിനേജ് സിസ്റ്റം എന്നും അതുപോലെ സബ് സർഫസ് ഡ്രെയിനേജ് സിസ്റ്റം എന്നും പറയാം. അതായത് റെയിൻ വാട്ടർ ഡയറക്ട്ലി വന്ന് സർഫസിൽ നിന്നും ആ വാട്ടറിനെ ഡ്രെയിൻ ഓഫ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സർഫസ് ഡ്രെയിനേജ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ സർഫസ് ഡ്രെയിനേജിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിനെല്ലാം കളക്ട് ചെയ്തിട്ട്, അതായത് റോഡിന്റെ സൈഡിലൂടെ നമ്മൾ ഡ്രെയിനേജ് കനാലൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ കനാലിലൂടെയാണ് നമ്മൾ ആ കളക്ട് ചെയ്യുന്ന വാട്ടറിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നത്. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നിയറസ്റ്റ് ആയിട്ടുള്ള സ്ട്രീം, വാലി അല്ലെങ്കിൽ വാട്ടർ കോഴ്സ്, അങ്ങോട്ട് നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ആ വാട്ടറിനെ കടത്തി വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സർഫസ് ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് കെയിംബർ, റോഡ് സൈഡ് ഡ്രെയിൻസ്, ക്രോസ് ഡ്രെയിൻസ്, ഇതൊക്കെയാണ് സർഫസ് ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ്. അതുപോലെ തന്നെ അടുത്തതാണ് സബ് സർഫസ് ഡ്രെയിനേജ് സിസ്റ്റം. സബ് സർഫസ് ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ് ഗ്രേഡിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ വീക്കായിരിക്കും. സബ് ഗ്രേഡ് വളരെ വീക്കായി പോകും. അതായത് നമ്മുടെ റോഡിന്റെ ഫൗണ്ടേഷൻ വളരെ വീക്കായി പോകും. അതുകൊണ്ട് തന്നെ സബ് ഗ്രേഡ് എല്ലായ്പ്പോഴും ഡ്രൈ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് സബ് ഗ്രേഡിന് താഴെയുള്ള വാട്ടറിനെ എല്ലാം നമ്മൾ എപ്പോഴും ഡ്രെയിൻ ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? കൺട്രോൾ ഓഫ് സീപ്പേജ് ഫ്ലോ ബൈ പ്രൊവൈഡിങ് ഇന്റർസെപ്റ്റിംഗ് ഡ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യുക. ലോവറിംഗ് ദ വാട്ടർ ടേബിൾ ടു എ ഡെപ്ത് ഓഫ് അറ്റ്ലീസ്റ്റ് 1.2 മീറ്റർ ഫ്രം റോഡ് സ്ട്രക്ചർ. റോഡ് സ്ട്രക്ചറിൽ നിന്ന് 1.2 മീറ്റർ താഴെ ആയിരിക്കണം നമ്മുടെ വാട്ടർ ടേബിൾ. ദെൻ പോറസ് ആയിട്ടുള്ള സബ് ബേസ് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിടെയുള്ള വാട്ടർ പെർക്കുലേറ്റ് ചെയ്ത് താഴേക്ക് പൊക്കോളും. ബൈ പ്രൊവൈഡിങ് സർഫസ് ഡ്രസ്സിംഗ് ടു ദി ഫോർമേഷൻ, സർഫസ് ഡ്രസ്സിംഗ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ സബ് സർഫസ് ഡ്രെയിനേജ് സിസ്റ്റം നടത്തുന്നത്. ഇന്റർസെപ്റ്റിംഗ് ഡ്രെയിൻസ് കൊടുക്കും, അതുപോലെ വാട്ടർ ടേബിൾ 1.2 മീറ്റർ താഴേക്കാക്കും, അതുപോലെ പോറസ് സബ് ബേസ് യൂസ് ചെയ്യുന്നു, സർഫസ് ഡ്രസ്സിംഗ്, ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് സബ് സർഫസ് ഡ്രെയിനേജ് സിസ്റ്റം നടത്തുന്നത്. ഓക്കെ. അപ്പൊ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ നെസസിറ്റി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു സ്ലൈഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ അത് ഓരോന്നും എന്താണെന്ന് നോക്കി എങ്ങനെയാണ് അവിടെ ഡ്രെയിനേജ്, ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഡ്രെയിനേജ് നടത്തുന്നതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഓക്കെ. ഇനി നമ്മൾ അടുത്ത ചെറിയൊരു ടോപ്പിക്കാണ് നോക്കുന്നത്, ഹൈവേ കർവ്സ്. ഹൈവേ കർവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിലുള്ള കർവാണ് നമുക്കുള്ളത്. ഒന്ന് വെർട്ടിക്കൽ കർവും അതുപോലെ ഹൊറിസോണ്ടൽ കർവും. ഓക്കെ. വെർട്ടിക്കൽ കർവും ഉണ്ട് നമുക്ക്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ കർവും ഉണ്ട്. അപ്പൊ ഈ ഹൊറിസോണ്ടൽ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ കർവിന് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ കർവ്
curve in plan to provide a change in direction of central line of the road. അതായത് നമ്മൾ ഹൊറിസോണ്ടലി ഇങ്ങനെ ചെയ്യുന്നതിനെയാണ്, ഇങ്ങനെ കർവ് കൊടുക്കുന്നതിനെയാണ് ഹൊറിസോണ്ടൽ കർവ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇത് നമുക്ക് മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ടൈപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 സിമ്പിൾ കർവ്, 2 കോമ്പൗണ്ട് കർവ്, 3 റിവേഴ്സ് ഓർ സർപ്പന്റൈൽ കർവ്. സിമ്പിൾ കർവ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരൊറ്റ കർവാണ്. ഈ ലൈനിൽ കാണുന്നില്ലേ, ഈ ഒരൊറ്റ കർവ്. അതായത് ഈ ഒരു ഒറ്റ കർവിന് ഒറ്റ സെന്ററും ഒറ്റ റേഡിയസും മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഇതിന്റെ ടാൻജൻസിനെ നമുക്ക് ഇന്റർസെക്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? അപ്പൊ ഇതിനെയാണ് നമ്മൾ സിമ്പിൾ കർവ് എന്ന് പറയുന്നത്. ഇനി കോമ്പൗണ്ട് കർവ് ആണെന്നുണ്ടെങ്കിൽ 2 അതിലധികമോ സിമ്പിൾ കർവിന്റെ കോമ്പിനേഷനെയാണ് കോമ്പൗണ്ട് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതിന് റേഡിയസ് ഡിഫറെന്റ് റേഡിയസ് ഉണ്ടായിരിക്കാം. ഇവിടെ നോക്കൂ, ഈ ഒരു ഇത്രയും പോർഷന്റെ റേഡിയസ് എന്ന് പറയുന്നത് ദേ ഇവിടെയാണ്. അതായത് ഇതിന്റെ സെന്റർ ദേ ഇവിടെയാണ്. ഇനി ബാക്കിയുള്ള ഇത്രയും പോർഷന്റെ സെന്റർ എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നത്? ദേ ഇവിടെ കിടക്കുന്നത്. അതായത് ഇതിന് ഒന്ന് O1, ഇത് O2, അങ്ങനെ ഇതിന് 2 സെന്ററുകളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കർവിനെ പറയുന്ന പേരാണ് കോമ്പൗണ്ട് കർവ്. ക്ലിയർ? ദെൻ റിവേഴ്സൽ സർപ്പന്റൈൽ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും രണ്ടിലധികം സിമ്പിൾ കർവിന്റെ കോമ്പിനേഷൻ തന്നെയാണ്. പക്ഷെ ഇതിന്റെ സെന്റർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഈ കോമ്പൗണ്ട് കർവിന്റെ കേസിൽ സെന്ററുകളെല്ലാം ഒരേ ഡയറക്ഷനിലായിരുന്നു അല്ലെ. പക്ഷെ റിവേഴ്സ് കർവിന്റെ കേസിൽ സെന്ററുകളെല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, അതിന് സെയിം അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള റേഡിയസ് ഉണ്ടാവാം. പക്ഷെ രണ്ട് സെന്ററുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പൊ ഇതാണ് റിവേഴ്സ് അല്ലെങ്കിൽ സർപ്പന്റൈൽ കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ കർവ്? സിമ്പിൾ കർവ് ഉണ്ട്, കോമ്പൗണ്ട് കർവ് ഉണ്ട്, അതുപോലെ റിവേഴ്സ് ഓർ സർപ്പന്റൈൽ കർവ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ആണ് വെർട്ടിക്കൽ കർവ്. വെർട്ടിക്കൽ കർവ് എന്ന് പറയുന്നത് നമ്മുടെ ആ കയറ്റം, ആ ഇറക്കം ഇല്ലേ, ആ കർവുകളെയാണ് നമ്മൾ വെർട്ടിക്കൽ കർവ് എന്ന് പറയുന്നത്. അപ്പൊ അത് 2 എണ്ണാണുള്ളത്. അത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ സെക്ഷനിലുള്ള കർവിനെയാണ് നമ്മൾ വെർട്ടിക്കൽ കർവ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇത് 2 ഉണ്ട്, സമ്മിറ്റ് ഓർ ക്രസ്റ്റ്, വാലി ഓർ സാഗ്. സമ്മിറ്റ് കർവ് എന്ന് പറയുന്നത് ഇങ്ങനെ കൊടുക്കുന്ന കർവ് ഇല്ലേ, അതായത് കോൺവെക്സിറ്റി അപ്വേർഡ് ആയിട്ടുള്ള കർവാണ് സമ്മിറ്റ് കർവ്. അതുപോലെ കോൺവെക്സിറ്റി ഡൗൺവേർഡ് ആയിട്ടുള്ള കർവിനെയാണ് വാലി കർവ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞു വയ്ക്കുക, ടൈപ്സ് ഓഫ് കർവ് ഏതൊക്കെയാണെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇതിലൊന്നും പെടാത്ത ഒരു പ്രത്യേക തരം കർവിനെയാണ് നമ്മൾ ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. ട്രാൻസിഷൻ അല്ലെങ്കിൽ ഈസ്മെൻ കർവ്. അതായത് ഈ ട്രാൻസിഷൻ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കർവിന്റെ ഓരോ ഭാഗം എടുക്കുകയാണെങ്കിലും ഇതിന്റെ റേഡിയസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ റേഡിയസ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഓരോ പോയിന്റിലും റേഡിയസ് മാറിക്കൊണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് കർവിനെയാണ് ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രാൻസിഷൻ കർവ് നമുക്ക് കോമ്പസ് യൂസ് ചെയ്തൊന്നും വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ അതിന് ഫ്രഞ്ച് കർവ് പോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്താണ് നമ്മൾ ട്രാൻസിഷൻ കർവ് ഒക്കെ വരയ്ക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത് എന്തിനാണ് ട്രാൻസിഷൻ കർവ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ടു പ്രൊവൈഡ് ഗ്രാജുവൽ ചേഞ്ച് ഇൻ റേഡിയസ് ഓഫ് കർവേച്ചർ. ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ച് പ്രൊവൈഡ് ചെയ്യാനാണ് ട്രാൻസിഷൻ കർവ് കൊടുക്കുന്നത്. ടു അവോയ്ഡ് ഡിസ്കംഫർട്ട് ടു റോഡ് യൂസേഴ്സ്. റോഡ് അതായത് വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക് ഡിസ്കംഫർട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് കൊടുക്കും? ട്രാൻസിഷൻ കർവ് കൊടുക്കും. ടു എനാബിൾ ഗ്രാജുവൽ ഇൻട്രൊഡക്ഷൻ ടു സൂപ്പർ എലിവേഷൻ. അതുപോലെ സൂപ്പർ എലിവേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ട്രാൻസിഷൻ കർവ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസിഷൻ കർവ്സ് ഉണ്ട്. സ്പൈറൽ ഓർ ക്ലോത്തോയിഡ്, അതിനെയാണ് നമ്മൾ ഐഡിയൽ ട്രാൻസിഷൻ കർവ് എന്ന് പറയുക. ദെൻ ക്യൂബിക് പരാബോള. ക്യൂബിക് പരാബോള ട്രാൻസിഷൻ കർവാണ് റെയിൽവേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ലെമിനിസ്കേറ്റ്. ലെമിനിസ്കേറ്റ് ആണ് നമ്മൾ ഹൈവേസിൽ യൂസ് ചെയ്യുന്ന ട്രാൻസിഷൻ കർവ്. ഓക്കെ, അപ്പോൾ ട്രാൻസിഷൻ കർവ് അല്ലെങ്കിൽ ഈസ്മെൻ കർവ് എന്താണെന്ന് നോക്കുക, അതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുക, ടൈപ്സും ഓരോ ടൈപ്പും എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. വലിയ ക്ലാസ് ആയി പോയി. മാക്സിമം പോർഷൻ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് ടോപ്പിക് ഒരുമിച്ചെടുക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഫസ്റ്റ് തന്നെ നമ്മൾ പഠിച്ചത് എക്സ്ട്രാ വൈഡനിങ് ആയിരുന്നു. എക്സ്ട്രാ വൈഡനിങ്ങിലെ ഇക്വേഷൻസ് ഓർക്കണം. എക്സ്ട്രാ വൈഡനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കൽ വൈഡനിങ് പ്ലസ്
സൈക്കോളജിക്കൽ വൈഡനിങ് ആയിരുന്നു. ദെൻ നമ്മൾ സൈറ്റ് ഡിസ്റ്റൻസ് എന്താണ്, ഡിസൈൻ സ്പീഡ് എന്താണ്, ടൈപ്സ് ഓഫ് സൈറ്റ് ഡിസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് റോഡ് ഡ്രെയിനേജ് ആണ് നോക്കിയത്. റോഡ് ഡ്രെയിനേജ് ഏതൊക്കെയാണ്? സർഫസ് ഡ്രെയിനേജും ഉണ്ട്, സബ് സർഫസ് ഡ്രെയിനേജും ഉണ്ട് അല്ലേ. അതിനുശേഷം ഹൈവേ കർവ്സ് നോക്കി. ഏതൊക്കെ കർവാണുള്ളത് നമുക്ക്? ഹൊറിസോണ്ടൽ കർവും വെർട്ടിക്കൽ കർവും. ഹൊറിസോണ്ടൽ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ കർവ്, കോമ്പൗണ്ട് കർവ്, റിവേഴ്സ് കർവ്. അതുപോലെ വെർട്ടിക്കൽ കർവ് എന്ന് പറയുന്നത് സമ്മിറ്റ് കർവും വാലി കർവും. ദെൻ ട്രാൻസിഷൻ കർവ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ടൈപ്സ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ പോർഷനിൽ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ഹൈവേ കൺസ്ട്രക്ഷൻ ആണ്. ഹൈവേ കൺസ്ട്രക്ഷൻ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ തീരും. ഓക്കെ, അപ്പൊ അടുത്ത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇത്രയും ഭാഗം നോട്ട് എഴുതി സബ്മിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.